പ്രിയപ്പെട്ട മിത്രങ്ങളെ, നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരതയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കടൽ ജിഹാദ്. കേരളത്തിലെ പുണ്യ നദിയായി നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ സ്വന്തം നിള അഥവാ ഭാരതപ്പുഴ എവിടേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അങ്ങ് പൊന്നാനി വഴി അറബിക്കടലിലേക്ക്. പ്രിയമിത്രങ്ങളെ, നിങ്ങൾ പറയൂ, ഇനിയും നാം ഇത് അനുവദിക്കേണ്ടതുണ്ടോ? നമുക്ക് സ്വന്തമായി ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലുമെല്ലാം ഉള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ നദികളെ അറബിയുടെ കടലിന് വിട്ടുകൊടുക്കുന്നത്? തിരിച്ചു പിടിച്ചേ തീരൂ. ഭാരത മണ്ണിൽ നിന്നും ഇനി ഒരു തുള്ളി ജലം അറബിയുടെ കടലിന് വിട്ടുകൊടുത്തുകൂടാ. അറബിക്കടലിലേക്ക് ഒഴുകുന്ന എല്ലാ നദികളെയും നാം നമ്മുടെ സ്വന്തം കടലായ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വഴിതിരിച്ചു വിടണം. അതുമാത്രമല്ല, അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ചേരുന്ന ഭാഗത്തെ മതിൽ കെട്ടി വേർതിരിക്കണം. അറബിക്കടലിലേക്ക് നീന്തിപ്പോയ നമ്മുടെ മുഴുവൻ ഇന്ത്യൻ മീനുകളെയും ഘർവാപ്പസി നടത്തി തിരിച്ചു കൊണ്ടുവരണം. അവിടെയും തീരുന്നില്ല നമ്മുടെ ധർമ്മം. രാജ്യത്തെ മുഴുവൻ മിത്രങ്ങളും ബക്കറ്റും മൊന്തയും കുടങ്ങളുമായി വന്ന് അറബിക്കടൽ തീരത്ത് സംഘം ചേർന്ന് ആ കടലിലെ മുഴുവൻ വെള്ളവും മുക്കിയെടുത്ത് വറ്റിച്ചു കളയണം. ഒറ്റ അവശിഷ്ടം പോലും ബാക്കി വെക്കരുത്. വർഷങ്ങൾക്ക് ശേഷം നമുക്കവിടെ ഒരു ഭാരതീയ കടൽ പുനഃസ്ഥാപിക്കാം. ഇതുമാത്രമല്ല, വേറെയും ചില കാര്യങ്ങളിൽ നമ്മൾ ശക്തമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. രാജ്യത്തെ പല പഴക്കടകളിലും സീതപ്പഴത്തെ കറുമൂസയുടെ അടുത്ത് കൊണ്ടുവയ്ക്കാറുണ്ട്. അങ്ങനെ മൂസമാരുടെ അടുത്ത് വെക്കേണ്ടതാണോ നമ്മുടെ സീതപ്പഴത്തെ? ഇതിലൊരു തീരുമാനം നാം ഉണ്ടാക്കിയേ പറ്റൂ. അതുമാത്രമല്ല, നമ്മുടെ വന്ദേ ഭാരതും പരശുരാം എക്സ്പ്രസും ഒക്കെ ഓടുന്ന അതേ ട്രാക്കിൽ കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും നിസാമുദ്ദീൻ എക്സ്പ്രസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നാം ഇത് അനുവദിച്ചുകൂടാ. ഉണരൂ മിത്രങ്ങളെ, ഉണരൂ. ജയ് സംഘശക്തി. ഇന്ത്യയിലെ വെള്ളം കൊണ്ടുപോകുന്ന അറബിക്കടലിൽ വറ്റിച്ചേ തീരുവെന്ന് പണ്ടൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു തള്ളുമായിരുന്നു. എന്നാൽ ഇന്നത് ചിരിക്കേണ്ട കാര്യമല്ല. അമ്മാതിരി കാര്യങ്ങളാണ് കോടതിയിൽ വരെ എത്തിയിട്ടുള്ളത്. ബംഗാളിൽ നിന്നുള്ള ഒരു ലവ് ജിഹാദ്, സിംഹലുക പ്രേമലു, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. സാമൂഹികമായ വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നൊരു മാതൃകയാവുകയാണ് അങ്ങ് ബംഗാളിലെ വിശ്വ ഹിന്ദു പരിഷത്തുകാർ. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരു സഫാരി പാർക്കിൽ സീത എന്നു പേരുള്ള ഒരു പെൺസിംഹത്തെ അക്ബർ എന്നു പേരുള്ള ഒരു ആൺസിംഹത്തിനൊപ്പം പാർപ്പിച്ച ബംഗാൾ വനം വകുപ്പിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് BHP-ക്കാർ. അക്ബർ സിംഹത്തിന്റെ ആ പൂതി മനസ്സിലിരിക്കട്ടെ. ഞങ്ങളുടെ സീതാ സിംഹത്തെ വളയ്ക്കാനുള്ള ശ്രമം കൊക്കിന് ജീവനുണ്ടേ BHP-ക്കാര് സമ്മതിക്കില്ല. കേൾക്കുമ്പോ പിഴ ചുമത്തി തള്ളിക്കളയേണ്ട ഹർജിയാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ജഡ്ജിമാർക്കും ഉണ്ടാവില്ലേ ഹൃദയം? ആ ഹൃദയം വ്രണപ്പെട്ടാൽ ഹർജി സ്വീകരിക്കേണ്ടി വരും. ഈ വിധി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം: അക്ബർ സിംഹത്തെ സീത സിംഹത്തോടൊപ്പം താമസിപ്പിക്കരുത്. സീത സിംഹത്തിന് ഇപ്പോൾ താമസിക്കുന്ന സഫാരി പാർക്ക് തന്നെ പതിച്ചു കൊടുക്കാം. അവിടെ സുന്ദരമായ ഒരു കൂട് നിർമ്മിച്ചു കൊടുക്കാം. അക്ബർ സിംഹത്തിന് മൃഗശാലയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി പുതിയ കൂട് നിർമ്മിക്കാൻ 5 സെന്റ് സ്ഥലവും കൊടുക്കാം. എങ്ങനെയുണ്ട്? എന്നിട്ട് സീത സിംഹത്തിന്റെ കൂടിന് ഒരു ഉദ്ഘാടനമൊക്കെ സംഘടിപ്പിച്ച് അതൊരു ഗംഭീര ചടങ്ങാക്കി മാറ്റാം. സംഗതി കളറാവും. കൂടിന്റെ മുന്നിൽ ജിയുടെ ഒരു പടവും വെക്കാം. കിടക്കട്ടെ പവർ. ഇനിയിപ്പോ അക്ബർ സിംഹത്തിന് സീത സിംഹത്തെ പിരിയാൻ കഴിയില്ലെങ്കിലും വേറെയും വഴിയുണ്ട്. അക്ബർ എന്ന പേര് മാറ്റി നമുക്ക് രാമസിംഹൻ എന്നാക്കിയാലോ? നമസ്തേ, ഇത് രാമസിംഹൻ. കേരളത്തിൽ ആദ്യമായിട്ട് ധർമ്മ പാതയിൽ സഞ്ചരിച്ച കൊല്ലപ്പെട്ട രാമസിംഹനെ മറന്നു കാണില്ല. ഹർജിക്ക് പിന്നാലെ ബംഗാളിലെ BHP-ക്കാർക്ക് ഒരാവശ്യം കൂടിയുണ്ട്. അതായത്, ഇനി മേലാൽ ആരാധനാമൂർത്തികളിൽ ആരുടെയും പേര് മൃഗങ്ങൾക്ക് നൽകരുത്. എങ്ങാനും ഈ ആവശ്യം കോടതി അംഗീകരിച്ച നമ്മുടെ മംഗലാംകുന്ന് അയ്യപ്പനും ഗണപതിയും ലക്ഷ്മിക്കുട്ടിയും ഒക്കെ ഇനി എന്തു ചെയ്യോ എന്തോ. ഈ സിംഹങ്ങളുടെ കാര്യം ഒരു തീരുമാനമായ ശേഷം ജാഫറുമായി സാദൃശ്യമുള്ള ജിറാഫിന്റെ പേര് മാറ്റി വല്ല മാർത്താണ്ഡവർമ്മ എന്നും ആക്കണമെന്നുള്ള അപേക്ഷ കാണേണ്ടി വരുമോ എന്തോ. അതിനു മുൻപ് പോയച്ചു വരാം.